വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഇനിയുള്ള പരീക്ഷകളിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കണ്ട ക്വസ്റ്റ്യൻസ് ആണല്ലേ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരായിരുന്നു പറഞ്ഞത്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് എന്നാ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ആര് ഏറ്റെടുത്തു? ബ്രിട്ടൻ ഏറ്റെടുത്തു അല്ലെ. അത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ്? 1858 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് 1858 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ആരെടുക്കുന്നത്? ബ്രിട്ടൻ ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്താണ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് തന്നിരിക്കുന്നില്ല. എന്താണ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത്? എന്താണ്? ഓഗസ്റ്റ് 9 1942. ഓഗസ്റ്റ് 9 കേട്ടോ. ഓഗസ്റ്റ് 9 1942 ക്വിറ്റ് ഇന്ത്യ നടക്കുന്നത്. അപ്പൊ 1942 ഓഗസ്റ്റ് 9 കൂടി പഠിച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി ചോദിക്കാറുണ്ട് കേട്ടോ, റിപ്പീറ്റഡ് ആണ്. അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തിന് ആദ്യ രക്തസാക്ഷി ആരാണ്? 1857 വിപ്ലവത്തിലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്. ആ സമയത്ത് ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലെ. മംഗൾ പാണ്ഡെ ആണ് ആദ്യത്തെ രക്തസാക്ഷി. ഇമ്പോർട്ടന്റ് ആണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. എന്നാണ് ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം എന്നൊക്കെ അതും ചോദിക്കാറുണ്ട് അല്ലെ. എന്നാണ്? നവംബർ 26 തീയതിയാണ് അല്ലെ. നവംബർ 26 നവംബർ 26 നവംബർ 26 ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് തെറ്റിയത്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1950 ജനുവരി 26. നവംബർ 26 തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, 42 ഭേദഗതി. ഏതാണ് ഇയർ ചോദിക്കുകയാണെങ്കിൽ 1976 42 ഭേദഗതിയിലാണ് ആമുഖത്തില് സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ എന്താണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ അഖണ്ഡത കേട്ടോ. അഖണ്ഡതയാണ് കൂടുതലും മലയാളം വേർഡാണ് ചോദിക്കാറുള്ളത്. അപ്പൊ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇന്റഗ്രിറ്റി, അതായത് എന്താ പറയുന്നത്? എന്താണ്? മതേതരത്വം അല്ലെങ്കിൽ അഖണ്ഡത എന്നിവയൊക്കെ കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1976 42 ഭേദഗതിയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അഖണ്ഡത എന്ന് പറയുന്ന നെയിമാണ് കേട്ടോ. അഖണ്ഡത എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ അഖണ്ഡത എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതിയാണ് പഠിച്ചിരിക്കുക. ഇതിനെന്താണ് അറിയപ്പെടുന്നത്? ഈ ഒരു ഭേദഗതി എന്നതാണ് അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്ന ഭേദഗതി ചോദിക്കുകയാണെങ്കിൽ 1976 42 ഭേദഗതിയാണ്. ആമുഖം മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ ഒരു ഭേദഗതിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന? ഏതിലാണ്? ഭാഗം 4A അല്ലെ. ഭാഗം 4A. ഏത് ആർട്ടിക്കിൾ എത്രയാണ് പറയുന്നത്? 51A അല്ലെ. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 51A ആണ്. 51A ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാഗവും ചോദിക്കാറുണ്ട്. 4A പഠിച്ചിരിക്കാം, 51A പഠിച്ചിരിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം 10 മൗലിക കടമകളാണ് ടോട്ടൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർക്കാണ്. നമുക്കറിയാം എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട് അത് പറഞ്ഞേ. 11 അല്ലേ. 11 മൗലിക കടമകൾ എന്ന് പറയുന്നത്. 11 10 ആദ്യം ഉണ്ടായിരുന്നത്. വേറൊരെണ്ണം കൂട്ടിച്ചേർക്കാണ് ചെയ്തത്. ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിക്കാറുണ്ടല്ലോ. ഏത് ഭേദഗതിയിലൂടെയാണ്? 2002
ഭേദഗതി 2002 ഭേദഗതിയിലൂടെ എന്താണ് ചെയ്ത 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉത്തരവാദിത്യം കടമ എന്ന് പറയുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ആരുടെ കടമയാണ്? രക്ഷിതാക്കളുടെ കടമയാണെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതും ചോദിക്കാറുണ്ട്. അപ്പൊ 2002 ഭേദഗതിയിലൂടെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കുന്ന കടമ ആരുടെ എന്ന് പറയുന്നത് പേരൻസിനെയാണെന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കി ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ സ്വത്തവകാശം നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം അത് വരുന്നുണ്ട് അല്ലെ. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം വരുന്നുണ്ട്. ഇനി നമുക്ക് അറിയാം മൗലിക അവകാശങ്ങൾ, എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? ഏത് ആർട്ടിക്കിൾ, ഏത് പാർട്ടാണ് വരുന്നത്? പാർട്ട് 3 അല്ലേ. പാർട്ട് 3 ഏത് ആർട്ടിക്കിൾ മുതലാണ് ചോദിക്കുക? ഏത് ആർട്ടിക്കിൾ മുതലാണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് എന്ത് വരുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, രാജ്യത്തിനകത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്നാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ് അല്ലേ പറയുന്നത്. ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യങ്ങളെ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 19 ഇനി നമുക്ക് ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്നുണ്ടല്ലോ, അത് ഏത് ആർട്ടിക്കിൾ ആയിരുന്നു? 23 24 ആർട്ടിക്കിളിലാണ്. 23 24 ആർട്ടിക്കിൾസിലാണ് എന്ന് പറയുന്നത് ചൂഷണത്തിനെതിരായുള്ള അവകാശം അല്ലെ. ബാലവേല നിരോധന നിയമത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 23 24 ആർട്ടിക്കിൾസിലായിട്ടാണ്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 വരുന്നതെന്ന് പറഞ്ഞു. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം വരുന്നത് 14 മുതൽ 18 വരെയാണ്. 14 മുതൽ 18 വരെയാണ് സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം വരുന്നത്. ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 21 എന്ന് പറയുന്നത്. 21 എന്ന് പറയുന്നത് എന്താണ്? ജീവനം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സ്വകാര്യതയെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ എന്നൊക്കെ ചോദിക്കുന്ന ആർട്ടിക്കിൾ 21 സ്വകാര്യതയെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ജീവനം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം എന്നൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ഇത്രയും പഠിച്ചേക്കാണ്, അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേക്കുക. അതുപോലെ തന്നെ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി ക്ലിയർ ആയല്ലോ. അതുപോലെ ആർട്ടിക്കിൾ 32 എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലെ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 32. അപ്പൊ എന്തൊക്കെയാണോ പറഞ്ഞത്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 21 എന്ത് പറയുന്നു? വ്യക്തി ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 25 മുതൽ 23 24 വരുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ്. 25 മുതൽ 28 വരെ വരുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ 32 29 30 ഉണ്ടല്ലേ. 29 30 എന്നാണ് പറയുന്നത് ന്യൂനപക്ഷ താല്പര്യങ്ങളുമായിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 29 30 ഒക്കെ. ഇനി 32 എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ. അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അയ്യങ്കാളി ജനിച്ചത് എന്നാണ്. അയ്യങ്കാളി ജനിച്ചത് ചോദിക്കാറുണ്ട് അല്ലെ. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 പഠിച്ചു വെക്കാട്ടെ. ഈ ഇയർ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1893 ഒക്കെ തരും, അല്ലെങ്കിൽ ദിവസം തെറ്റി ചോദിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോ കണ്ടാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരള ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേരള ഹിസ്റ്ററിയുമായി മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലാസ്സുകൾ കാണാതുണ്ടെങ്കിൽ കാണാം. കേരള ഹിസ്റ്ററിയുമായിട്ട് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സംഘടിത കലാപം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? 1821 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആദ്യത്തെ കലാപം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്.
1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. 1697. അപ്പൊ അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യത്തെ കലാപം, 1697 ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ സംഘടിത കലാപം, 1721 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? INSന്റെ പ്രസിഡന്റ്, INC പ്രസിഡന്റ് ആയിട്ടുള്ള ഏക മലയാളി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സി ശങ്കരൻ നായർ, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയില്ലേ, സി ശങ്കരൻ നായരാണ് ഏക മലയാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് ഏത് വർഷമാണ്? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് 1949. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ബായി. ഗൗരി പാർവതി ബായി ആണ്. മോളിൽ ലക്ഷ്മിബായി എന്നൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഗൗരി പാർവതി ബായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് അല്ലെ, ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ. ആരാണ്? ഓം ബിർള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. OR കേളു. നെക്സ്റ്റ്, ആരുടെ എല്ലാം ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്? നമ്മൾ SCRT ചാപ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ SCRT ചാപ്റ്റേഴ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആ ഒരു ഭാഗമാണ് അല്ലെ ബഹിരാകാശം. അതിൽ വന്നിട്ടുള്ള, അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് എന്നാണ്? ആരൊക്കെ കൂടിയിട്ടാണ്? വിക്രം സാരാഭായും ജവഹർലാൽ നെഹ്റു. വിക്രം സാരാഭായും ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഏതാണ് നോക്കി നോക്കിയേ. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറയുന്നുണ്ട്. DS കോത്താരി കമ്മീഷനിൽ പറയുന്നില്ലേ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറയുന്ന DS കോത്താരി കമ്മീഷനിലുണ്ട് അല്ലെ. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറയുന്നത് DS കോത്താരി കമ്മീഷനാണ്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ആണ്. ഇനി അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്ന് പറയുന്നത് ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ DS കോത്താരി കമ്മീഷൻ പഠിച്ചല്ലോ. നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറെ കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ ഒരു SCRT ചാപ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ ആ SCRT ചാപ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാട്ടോ എന്റെ ലിങ്ക്. അപ്പൊ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ഇതിൽ നിന്നൊക്കെ നന്നായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരായിരുന്നു? ആരൊക്കെയായിരുന്നു? HN ഗുൻസ്ർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KM പണിക്കർ ഉണ്ടായിരുന്നു അല്ലെ. HN ഗുൻസ്റും KM പണിക്കരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ അതുപോലെ തന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളിയായിട്ട് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ അധ്യക്ഷൻ ആരാന്ന് ചോദിക്കാറുണ്ട്. അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. ഫസൽ അലിയാണ് അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഫസൽ അലിയാണ്. ഇത് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസൽ അലിയാണ് അധ്യക്ഷൻ. KM പണിക്കരാണ് മലയാളിയായിട്ടുള്ള ആള്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ്? HN ഗുൻസ്റും KM പണിക്കരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. നമ്മൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിൽ നിർദ്ദേശമല്ലാത്തത് ഏതാണ്? അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു പഞ്ചശീല തത്വം ഉണ്ടായിരുന്നു അല്ലെ. ഈ പഞ്ചശീല തത്വങ്ങളിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കറിയണം അല്ലെ. ഏതൊക്കെയായിരുന്നു? പരസ്പരം ആക്രമിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായം ഉയർത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ്? നിർദ്ദേശങ്ങളാണ് അല്ലെ. ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങളിൽ വരുന്നില്ല. അപ്പൊ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായം ഉണർത്തുക എന്നൊക്കെയായിരുന്നു അതിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ? സുമൻ കെ ബറി. സുമൻ കെ ബറി ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ആരാണ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സുമൻ കെ ബറി ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISROവിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROവിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷനിലില്ല, ആ സമയത്ത് സോമനായിരുന്നു. ഇപ്പോ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആണ്. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. 2025 അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നതിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിന് തെക്കേറ്റം ഏതാണ്? കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിന് തെക്കേറ്റം എന്ന് പറയുന്ന ഏതാണ്? കന്യാകുമാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലെ? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഏതാണ്? ആലപ്പുഴയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏതു മേഖലയിലെ പ്രതിഭയാണ്? അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിലെ പ്രതിഭയാണ്? ഏത് മേഖലയിലായിരുന്നു? ശാസ്ത്രീയ നൃത്തം. ശാസ്ത്രീയ നൃത്തത്തിലാണ് യാമിനി കൃഷ്ണമൂർത്തി. എവിടെയാണ്? ശാസ്ത്രീയ നൃത്തത്തിൽ പ്രതിഭയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണ്? രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണ്? രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ലൂണിയാണ്. ലൂണിയാണ് രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി. ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലൂണിയാണ്. നെക്സ്റ്റ്, 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഏതാണ്? 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഏതായിരുന്നു? കാതൽ ദിക്കോർ എന്ന് പറയുന്ന ഒരു പിക്ചർ ആയിരുന്നു, ഫിലിം ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ കറന്റ് അഫയേഴ്സ് മാത്രമായിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്. 54ാമത്തെ കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ചോദിച്ചിട്ടുണ്ട്, കാതലാണ്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഏതാണ്? മൗണ്ട് കെ2 ആണല്ലേ. ഗോൾഡൻ ഓസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മൗണ്ട് കെ2 ആണ് നേപ്പാളില് കേട്ടാണ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് കെ2 ആണ്. രണ്ടും പങ്കിടുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? താഴെ നൽകിയിരിക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഇടുക്കിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം. നോക്കിയോക്കെ, നമ്മളെ കഴിഞ്ഞ കറന്റ് അഫയേഴ്സ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം ആരാണ്? മനു ഭാക്കർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കമ്മിറ്റിയാണ് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്? അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ് അല്ലെ. നീണ്ടകര എവിടെയാണ്? കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നീണ്ടകര കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത് ഏതാണ്? നീണ്ടകരയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് റബ്ബർ കൃഷി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആദ്യമായിട്ട് ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഫസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെരിയാറാണ്. സെക്കൻഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഭാരതപ്പുഴയാണ്. തേർഡ് ഏതാണ്? പമ്പയാണ്. ഫോർത്ത് ഏതാണ്? ചാലിയാറാണ്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു പെരിയാറാണ്. സെക്കൻഡ് ഭാരതപ്പുഴ, തേർഡ് പമ്പ, ഫോർത്ത് ചാലിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാടാണ്. പാലക്കാടാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, കേരളത്തിന്റെ സംസ്ഥാന ഫലം ഏതാണ്? ചക്കിയാണ്. കേരളത്തിന്റെ സംസ്ഥാന ഫലം. നെക്സ്റ്റ്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പുല്ലരംപാറയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. നെക്സ്റ്റ്, കേരളത്തിലെ ഏത് നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന ഏത് നഗരമാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത്.
തൃശ്ശൂരാണ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കിയേ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതാണ് സ്വയം വേതന അല്ലെ, വേതനം നൽകുന്നതാണ്. അതുപോലെ തന്നെ അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, സുഭിക്ഷ കേരളം പദ്ധതി എന്നിവയൊക്കെ എന്താണ്? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളാണ്. ജീവനം പദ്ധതി അതിൽ വരുന്നില്ല. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, സുഭിക്ഷ കേരളം പദ്ധതിയൊക്കെ എന്താണ്? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത്? 6 മെഡൽ. 6 മെഡൽ. ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ആദ്യത്തെ എന്ന് പറയുന്നതൊക്കെ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചേക്കാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? എവിടെയായിരുന്നു? ഭുവനേശ്വർ ആണ്. ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചത്. നെക്സ്റ്റ്, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് സൈലന്റ് വാലി, ഇരവിക്കോളം, മതികെട്ടാൻ ചോല, തട്ടേക്കാടൊക്കെ നൽകിയിരുന്നില്ലേ. തട്ടേക്കാട് എന്ന് പറയുന്നത് എന്താണ്? പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് എന്നാണ് പക്ഷി സങ്കേതമാണ്. ബാക്കിയൊക്കെ എന്താണ്? സൈലന്റ് വാലി, ഇരവിക്കുളം, മതികെട്ടാൻ ചോലയൊക്കെ എന്താണ്? നാഷണൽ പാർക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 1 രൂപയാണ്. 1 രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? ഇത് എന്ത് പേരിലാണ്? മണ്ണിന്റെ ക്യാൻസർ. മണ്ണിന്റെ ക്യാൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? എന്താണ്? ജെമിനി എന്നാണ്. നെക്സ്റ്റ്, 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? ഏതാണ്? ആട്ടം. ആട്ടം. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? ആട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഓഗസ്റ്റ് 16 EOS 8 വിക്ഷേപിക്കാൻ ISR ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? 2024 ഓഗസ്റ്റ് 16 EOS 8 വിക്ഷേപിക്കാൻ ISR ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? SSLV D3. SSLV D3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉച്ചോത്സവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലും കൂടി ഉയരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉച്ചോത്സവവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ശരി. ഡയഫ്രം ചുരുങ്ങുന്നു, ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലും കൂടി ഉയരുന്നു, അതുപോലെ തന്നെ ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു എന്നിവയാണ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഉച്ചോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഉച്ചോത്സവം എന്ന് വെച്ചതാണ് ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലും കൂടി ഉയരുന്നു, ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT പറഞ്ഞാണ്ടോ. അപ്പൊ 1, 3 ആണ് ശരി വരുന്നത്, 2 തെറ്റാണ്. നെക്സ്റ്റ്, മുറ, നീലരവി, ബദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നതിൽ ഏതിലാണ് ഉൾപ്പെടുക? മുറ, നീലരവി, ബദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കേണ്ടത്. നമ്മൾ SCERT പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എരുമയാണ്. എരുമയുടെയാണ് മുറ, നീലരവി, ബദാവരി എന്ന് പറയുന്ന അത്യുൽപാദന ശേഷി എരുമയുടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയ എന്താണ് പറയുന്നത്? കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ അടിഞ്ഞു കിടക്കാതെ ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായിട്ടുള്ള പ്രക്രിയയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിന്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. 2024 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂമി പുനഃസ്ഥാപിക്കൽ, അതുപോലെ എന്താണ്? വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, വരൾച്ച പ്രതിരോധം എന്നായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കാറ്ററിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്ററിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനമുടി ചോല, മധുകിട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം എന്തിന്റെ ഉദാഹരണമാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ, ആനമുടി ചോല, മധുകിട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയൊക്കെ ഇവയൊക്കെ എന്താണ്? നാഷണൽ പാർക്കുകളാണ്. നാഷണൽ പാർക്കുകളാണ് ആനമുടി ചോല, മധുകിട്ടാൻ ചോല, പാമ്പാടും ചോല എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവന നൽകിയിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കാരണം എന്താണ്? വൈറ്റമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ശരിയാണോ തെറ്റെന്നാണ് എനിക്ക് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വൈറ്റമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകളിൽ കാണാം. വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാകുന്നുണ്ട് അല്ലെ. വൈറ്റമിൻ എയുടെ അഭാവം, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്താണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുന്നതിനും സഹായിക്കുന്നുണ്ട്. കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈറ്റമിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ ആണ് അല്ലെ. അപ്പൊ രണ്ട് പ്രസ്താവനയും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തതുണ്ട്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് കാഥോഡ് രശ്മികൾ. അതുപോലെ തന്നെ മാസ് ഉണ്ട്. കാന്തിക മണ്ഡലത്തിൽ ഇവയ്ക്ക് പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ കാഥോഡ് രശ്മി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് തെറ്റ് വന്നത്. എന്തൊക്കെയാണ് സവിശേഷതകൾ? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. മാസ് ഉണ്ട്. കാന്തിക മണ്ഡലത്തിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി ആണ്, അലുമിനിയം ആണ്. അലുമിനിയത്തിന്റെ പേരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിങ്കിന്റെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ കലാമിൻ എന്ന് പറയുന്നത്. കലാമിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. സിങ്കിനെയാണ്. അതും കൂടെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഏതാണ് ഐസോട്ടോപ്പ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന? കൊബാൾട്ട് 16 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. നെക്സ്റ്റ്, കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായിട്ട് കരുതുന്ന എന്താണ്? കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. നെക്സ്റ്റ്, 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട്. ആരാണ്? സുനിത വില്യംസ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കണ്ണൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത്. നെക്സ്റ്റ്, പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം ആണ്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗം എന്ന് പറയുന്നത് താഴെ നൽകിയ ഏതാണ്? എലിപ്പനിയാണ് കൂടുതലായിട്ട് പടർന്നു പിടിക്കാൻ സാധ്യത പ്രളയബാധിത പ്രദേശങ്ങളിൽ. വൈറസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പകരുന്നത്. വൈറസ് എങ്ങനെയാണ് പകരുന്നത്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വൈറസുകൾ പെരുകുന്നത്. അതാണ് ശരി വരുന്നത്. നെക്സ്റ്റ്, മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ആരാണ്? ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആണ്. മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ആരാണ്? അനോഫിലസ് പെൺകൊതുകാണ് മലമ്പനിക്ക് കാരണമായ രോഗാണുവാഹകർ. നെക്സ്റ്റ് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയൊക്കെ, ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ എന്താണ്? പകർച്ചവ്യാധികളാണല്ലോ അല്ലെ. ഇതൊന്നും പകർച്ചവ്യാധികളല്ല. അപ്പം പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല. മുകളിൽ പറഞ്ഞതൊക്കെ തെറ്റാണ് അല്ലെ. നെക്സ്റ്റ്, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്നേഹസാന്ത്വനം. നെക്സ്റ്റ്, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരളം സാമൂഹിക സുരക്ഷാ മിഷനുമായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം ചോദിക്കാറുണ്ട്. ഓട്ടിസം സ്പെക്ട്രം. നെക്സ്റ്റ്, അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല എവിടെയാണ്? അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല എവിടെയാണ്? ആലപ്പുഴയിലാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എഴുതുക. താഴെ പറയുന്നത് ഏതാണ്? പക്ഷാഘാതം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗം. നെക്സ്റ്റ്,
കേരള സർക്കാരിന്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരള സർക്കാരിന്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിഠായി. താഴെ പറയുന്നതിൽ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിലെ സന്ദേശം എന്താണ്? താഴെ പറയുന്നതിൽ ഈ വർഷത്തെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ 2024 ചോദിച്ചിരിക്കുന്നത്. താഴെ പറഞ്ഞതിൽ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിലെ സന്ദേശം എന്താണ്? നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം എന്നായിരുന്നു. നമ്മൾ നേരത്തെ ലോക പരിസ്ഥിതി ദിനത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോക ആരോഗ്യ ദിനത്തിനെയാണ് പറയുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചോദിക്കാറുണ്ട് അല്ലെ. ഏതാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി. നെക്സ്റ്റ്, 100 ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിന്റെ അളവ് എത്രയാണ്? 100 ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിന്റെ അളവ് എത്രയാണ്? 21.2. 21.2. ഏത് വൈറ്റമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? ഏത് വൈറ്റമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ ഡി ആണ് അല്ലെ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത്. കണ റിക്കറ്റ്സ് ഒക്കെ എന്താണ്? വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ലഭിക്കുന്നതാണ് അല്ലെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പച്ചമുളകിന്റെ സങ്കരയിനം കണ്ടെത്തുക. പച്ചമുളകിന്റെ ഏതാണ്? നോക്കിയേ, ഏതാണ്? അനുഗ്രഹിയാണ് അല്ലെ. അനുഗ്രഹിയാണ്. പച്ചമുളകിന്റെ പറയുന്നത് അനുഗ്രഹിയാണ്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിനായിട്ട് വീണ്ടും കാണാം.